എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു മംഗളകർമ്മവും ആരംഭിക്കുന്നത് നിലവിളക്ക് തെളിയിച്ചാണല്ലോ. ഇന്ന് വിപണികളിൽ ധാരാളം നിലവിളക്കുകൾ ലഭ്യമാണ്. അതായത് മയിൽ, ഓം തുടങ്ങിയ ചിത്രപ്പണികളോട് കൂടിയവ, ഒറ്റത്തിരിയിടുന്ന ലക്ഷ്മി വിളക്കുകൾ. എന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ, അതായത് സന്ധ്യാസമയത്ത് പൂജാവേളയിൽ തെളിയിക്കേണ്ടത് അഗ്രം കൂമ്പിയ വിളക്കുകളാണ്. മറ്റുള്ളവയെല്ലാം അലങ്കാരത്തിന് മാത്രമായാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൽ തന്നെ ഒറ്റ ലോഹത്തിൽ തീർത്ത വിളക്കുകളാണ് നല്ലത്. ഒറ്റ ലോഹമെന്ന് കേൾക്കുമ്പോൾ ടെൻഷൻ ആവണ്ട. അതായത് പല ഭാഗങ്ങളായി അടർത്തി മാറ്റാൻ കഴിയാത്ത വിളക്കുകളാണ് ഒറ്റ ലോഹമുള്ള വിളക്കുകൾ. ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന വിളക്കുകളെല്ലാം പലതായിട്ട് നമുക്ക് പല ഭാഗങ്ങളായി ഊരിയെടുക്കാൻ കഴിയുന്നവയാണ്. അങ്ങനെയുള്ളവ ഉപയോഗിക്കാൻ പാടില്ല. നിത്യവും നിലവിളക്ക് കൊളുത്തില്ലെങ്കിൽ ദോഷമാണോ എന്നൊരു ചോദ്യമുണ്ടാവാം. വീട്ടിൽ നിലവിളക്ക് നിത്യേന തെളിയിക്കണമെന്നും അല്ലെങ്കിൽ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും പലരും വിശ്വസിക്കുന്നു. എന്നാൽ ഇതിൽ വസ്തുതയില്ല. നിത്യമായ ഊർജവും ഐശ്വര്യവും പ്രദാനം ചെയ്യാൻ നിത്യവും വിളക്ക് തെളിയിക്കാം. എന്നാൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എപ്പോഴും വിളക്ക് തെളിയിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് കഴിയുന്ന ദിവസങ്ങളിലെല്ലാം വീട്ടിൽ വിളക്ക് കൊളുത്തുക. അല്ലാത്തതിനെക്കുറിച്ച് ആശങ്കപ്പെടാതിരിക്കുക. ഇപ്പോൾ മിക്ക വീടുകളിലും കണ്ടുവരുന്ന ഒന്നാണ് തൂക്കുവിളക്ക്. ഇത് കത്തിക്കാമോ എന്നാണ് അടുത്തൊരു ചോദ്യം. പണ്ട് കാലത്തൊക്കെ വീടുകളിൽ വെളിച്ചം ലഭിക്കുന്നതിന് തൂക്കുവിളക്ക് ഉപയോഗിച്ചിരുന്നു. അന്ന് ഇലക്ട്രിക് ബൾബുകളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ആരാധനയ്ക്കായി വീടുകളിൽ തൂക്കുവിളക്ക് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ദൈവിക ആരാധനയിൽ എപ്പോഴും നിലവിളക്ക് തന്നെയാണ് ഉത്തമം. എന്നാൽ പൂജാമുറി അലങ്കരിക്കുന്നതിനായി നമുക്ക് തൂക്കുവിളക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വിളക്കിൽ എങ്ങനെ തിരിയിടാം എന്ന അടുത്ത ചോദ്യം. വിളക്കിൽ തിരിയിടുന്നത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 2 തിരി വീതമിട്ട് വിളക്ക് തെളിയിക്കാം. ചിലർ ഒറ്റ തിരിയിട്ട് വിളക്ക് കൊളുത്താറുണ്ട്. എന്നാൽ ഇത് ഒരിക്കലും ചെയ്യരുത്. ഇത് മഹാവ്യാധികൾക്ക് കാരണമാകും. ഇനി മറ്റൊരു ചോദ്യം, മത്സ്യമാംസാദികൾ കഴിച്ച് വിളക്ക് കൊളുത്താമോ എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്. സാധാരണ അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്ന പൂജാരിമാർ ഒരിക്കലും മത്സ്യമാംസാദികൾ കഴിച്ച് വിളക്ക് കൊളുത്താൻ പാടില്ല. എന്നാൽ സമൂഹത്തിൻ്റെ ഭക്ഷണ രീതിയിലുള്ള വൈവിധ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിളക്ക് തെളിയിക്കുന്നതിനായി അവ ഒഴിവാക്കണം എന്ന് പറയുന്നതിലും യുക്തിയില്ല. എന്നാൽ വിളക്ക് കൊളുത്തുന്നതിന് 3 മണിക്കൂർ മുൻപെങ്കിലും മത്സ്യമാംസാദികൾ കഴിക്കുന്നതാണ് ഉചിതം. ഭക്ഷണം ദഹിക്കാൻ ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും വേണം. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അഭിപ്രായം ഉണ്ടായിരിക്കുന്നത്. 3 തിരിയിട്ട് വിളക്ക് തെളിയിക്കുന്നത് എപ്പോഴാണ്? 2 തിരിയിട്ട് വിളക്ക് വയ്ക്കുന്നത് മഹത്തരവും 3 തിരി ദോഷവുമാണെന്നാണ് ആചാര്യന്മാരൊക്കെ പറയാറുള്ളത്. എന്നാൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ സങ്കല്പത്തിൽ 3 തിരിയിട്ട് വിളക്ക് കത്തിക്കുന്ന സമ്പ്രദായം ഇന്നും തറവാടുകളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിളക്ക് അവർ യഥാവിധി തെളിയിച്ചതിന് ശേഷമായിരിക്കും 3 തിരിയിട്ട വിളക്ക് തെളിയിക്കുന്നത്. നാഗവിളക്ക് എന്ന രീതിയിൽ ചില കാവുകളിലും ഈ 3 തിരിയിട്ട വിളക്ക് തെളിയിക്കാറുണ്ട്. ഇനി മറ്റൊരു ചോദ്യമാണ്, എന്തുപയോഗിച്ച് വിളക്ക് കൊളുത്താം? അതായത് നെയ്യ്, എണ്ണ, വെളിച്ചെണ്ണ എന്നിവയാണ് നമ്മൾ പൊതുവെ വിളക്ക് കൊളുത്താനായി ഉപയോഗിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം നെയ്യ് വിളക്ക് കത്തിക്കുന്നതാണ്. എന്നാൽ എല്ലാവർക്കും നെയ്യ് വിളക്ക് കത്തിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ വിളക്കെണ്ണ എന്ന പേരിൽ വിപണികളിൽ ലഭ്യമാകുന്ന വസ്തു ഒരിക്കലും ഉപയോഗിക്കരുത്. ഇത് ഗുണത്തേക്കാളേറെ നമുക്ക് ദോഷഫലമായിരിക്കും ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.